UDFന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന കോട്ടയത്ത് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇത്തവണ ജില്ല തിരികെ പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായ മേൽക്കൈ നിയമസഭയിലും തുടരാനാകുമെന്ന ആത്മവിശ്വാസമാണ് UDFനുള്ളത്. കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഒപ്പം പാലാ സീറ്റ് കൂടി പിടിച്ചെടുത്ത് നില മെച്ചപ്പെടുത്താമെന്നും LDF കണക്കുകൂട്ടുന്നു. പാലായിലും പൂഞ്ഞാറിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ NDAക്കുമുണ്ട്. അഖിൽ കെ ചേരുന്നു. അഖിൽ, കോട്ടയത്തെ കുറിച്ച് പറയൂ. റോഷ്നി, കടുത്ത മത്സരം തന്നെയാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടാവുക. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം മറ്റെവിടെ പോയാലും കോൺഗ്രസ് കോട്ടയത്ത് അടിപതറിലായ നേർ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ കേരള കോൺഗ്രസ് LDFലേക്ക് മാറിയതുകൂടി തന്നെ കാര്യങ്ങളിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ 5 സീറ്റിൽ LDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് വളരെ താഴേക്കിടയിലേക്ക് അല്ലെങ്കിൽ 4 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം പോലും കോട്ടയത്തുണ്ടായി. പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസ്വാരസ്യങ്ങൾ ഇപ്പോഴും കോട്ടയം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മുന്നണിക്കുള്ളിലേക്ക് എത്തുമ്പോൾ, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്തുമ്പോൾ LDFൽ കാര്യമായ പ്രശ്നങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. കാരണം LDF കഴിഞ്ഞ തവണ വിജയിച്ച 5 സീറ്റുകളിൽ ആ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും. മാറ്റമുണ്ടെങ്കിൽ അത് വൈക്കത്തെ CK ആശയ്ക്ക് മാത്രമായിരിക്കും. എങ്കിൽ പോലും കഴിഞ്ഞ തവണ മത്സരിച്ച MLA എല്ലാവരും ഇത്തവണ മത്സരിക്കുമെന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. ഒപ്പം തന്നെ ബാക്കിയുള്ള 4 സീറ്റുകളിലേക്ക് അതിലേക്കും ഏറെക്കുറെ ഒരു പേരുകളിലേക്ക് LDF എത്തുകയും ചെയ്തു. പക്ഷേ UDFനാണ്, അതായത് കഴിഞ്ഞ തവണ വിജയിച്ച 4 സീറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തോറ്റ 5 സീറ്റിലേക്കും ഒരു പേരിലേക്ക് പോലും UDFന് ഈ ഘട്ടത്തിൽ പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഈ ഏറ്റുമാനൂരും പൂഞ്ഞാറ് പോലുള്ള മണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് മത്സരിക്കുമോ കോൺഗ്രസ് മത്സരിക്കുമോ എന്ന തർക്കമടക്കം നിലനിന്ന് പോവുകയാണ്. ഒപ്പം തന്നെ വൈക്കത്തേക്ക് സന്യം കബിക്കാടിന്റെ പേരടക്കം വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. കോൺഗ്രസിന് 2 ബ്ലോക്ക് കമ്മിറ്റികൾ സന്യം കബിക്കാട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കുന്നു. അങ്ങനെ അത്തരത്തിൽ തുടർച്ചയായ കാര്യങ്ങളിലേക്കും പൊട്ടിത്തെറികളിലേക്കും ഒക്കെ തന്നെ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ തലവേദനയാകും. കാരണം കോൺഗ്രസിനെ കോട്ടയം പോവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ആ കോട്ടയം തവണ തിരിച്ചു പിടിക്കുക എന്ന കോട്ടയത്തെ സംബന്ധിച്ചോളം അവർ അഭിമാന പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പൊട്ടിത്തെറികളും വലിയ പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത്, ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ BJPയിലേക്ക് പോവുകയാണ്. BJPയും വലിയ പ്രദേശം മുൻവയ്ക്കുന്നതാണ്. കാരണം പൂഞ്ഞാറും അതുപോലെ തന്നെ പാലായിലും ഷോൺ ജോർജും PC ജോർജും എത്തുന്നതോടുകൂടി തന്നെ വിജയിക്കാമെന്ന കണക്കൂട്ടലുണ്ടാകുന്നത്. അതായത് കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം പ്രധാനമായും 2 മണ്ഡലങ്ങളിലാണ് ഈ ത്രികോണ മത്സരം ഉണ്ടാകുന്നത്. ഒന്ന് പാലായിലും മറ്റൊന്ന് പൂഞ്ഞാറിലുമാണ്. അത് BJPക്ക് വേണ്ടി ഷോൺ ജോർജും PC ജോർജും രംഗത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് എത്തിയതോടുകൂടിയാണ് അത്തരത്തിലൊരു കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ LDFും കൃത്യമായ ഒരു ആത്മവിശ്വാസം പാലായിൽ വെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ച 5 സീറ്റുകൾക്ക് പുറമെ, അതായത് ഏറ്റുമാനൂര്, വൈക്കം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകൾക്ക് പുറമെ പാലാ സീറ്റ് ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. അത്തരത്തിൽ ഇതിനാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ജോസ് കെ മാണി മത്സരിച്ചുകൊണ്ട് പാലാ തിരിച്ചുപിടിച്ച് 6 സീറ്റാക്കാൻ കഴിയുമെന്നൊരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്തായാലും LDF മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടം കോട്ടയത്തുണ്ടാകും. കാരണം മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ജില്ല തിരിച്ചുപിടിക്കേണ്ടതിന്റെ അതിയായ ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചോളമുണ്ട്. പക്ഷേ അതിന് മുമ്പായി ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോറ്റ 5 സീറ്റിലും ഒന്നിൽ കൂടുതൽ ആളുകൾ നിൽക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ മുന്നണികൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോ ഒരു മുന്നണിയിലേക്ക് പോലും കോൺഗ്രസിന് എത്താൻ കഴിയാത്ത പല സീറ്റുകളും കോട്ടയം ജില്ലയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. ശക്തി കേന്ദ്രം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. NDA ആണെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവരും ഏറെക്കുറെ എല്ലാ സീറ്റുകളിലുമുള്ള സ്ഥാനാർത്ഥികൾ വലിയ പ്രശ്നങ്ങളില്ലാതെ, BDJSന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയോടുകൂടി സീറ്റ് അടക്കം വെച്ചുമാറി മുന്നോട്ട് പോകുമ്പോൾ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ കാലിടറുന്നു എന്നുള്ളതിനാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരിക. എന്തായാലും കടുത്തൊരു പോരാട്ടം കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം ഉണ്ടാകും. കാരണം UDFനെ തിരിച്ചുപിടിക്കണം, LDFനെ ഇത് നിലനിർത്തണം, ഒപ്പം തന്നെ ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കുകയും വേണം. അപ്പോൾ എന്തായാലും ഒരു കടുത്ത പോരാട്ടം കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം ഉണ്ട്. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുമൊക്കെ ഒരു സമവായങ്ങളിലേക്ക് എത്താൻ കഴിയുമോ മുന്നണികൾക്ക്, അല്ലെങ്കിൽ UDFന് എത്തുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷി, തീർച്ചയായും കോട്ടയം ജില്ലയിലെ സാഹചര്യമാണ് അഖിൽ വിശദീകരിച്ചത്. കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാതെ ഇടതുപക്ഷവും തിരിച്ചുപിടിക്കാൻ UDFും ഒക്കെ ഒരുങ്ങുന്നു. പാലായും നിർണായകമാണ്.